എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ അന്തരീക്ഷം ശരിക്കും യുദ്ധഭീതിയിലാണ്. നമുക്കറിയാം, ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ഏത് സമയത്തും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. ഇതിൽ പ്രധാനമായും രണ്ട് രാജ്യങ്ങളാണ് ഇതിൽ ഉള്ളത്. ഒന്ന് അമേരിക്കയും മറ്റൊന്ന് ഇറാനും. അമേരിക്കയുടെ ഏറ്റവും കൂടുതൽ ഡിഫൻസ് ബേസ് ഉള്ളത് അറബ് രാജ്യങ്ങളിലാണ്. അപ്പോൾ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഒരിക്കലും ഇറാൻ അമേരിക്കയിലോട്ട് കടന്നു കയറി ഒരു ആക്രമണം നടത്താൻ ശ്രമിക്കില്ല. പകരം അവർ ചെയ്യുന്നത് അമേരിക്കൻ ബേസുകളിലേക്കായിരിക്കും, അതായത് ഗൾഫ് നാടുകളിലുള്ള. എന്നാൽ ഇന്നത്തെ പുതിയ ടാക്ടിക്സ് അനുസരിച്ച് അവർ അമേരിക്കൻ ബേസുകളിനേക്കാളും കൂടുതൽ അവർ പ്രഹരം നൽകുന്നത് ആ ബേസുള്ള രാജ്യങ്ങളിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വളരെ മോശമായ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പാവം നമ്മുടെ ഈ കൊച്ചു കേരളമാണ്. കാരണം ലക്ഷോപലക്ഷം ജനങ്ങൾ ഇന്ന് ഉപജീവനത്തിനായി ജോലി ചെയ്യുന്നത് ഗൾഫ് മേഖലകളിലാണ്. അപ്പോൾ അവർക്ക് അവിടെ എന്തെങ്കിലും ഈ യുദ്ധ സമാനമായ കാര്യങ്ങളുണ്ടായാൽ അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആകുന്നത് അവരുടെ നാട്, അതായത് നമ്മുടെ ഈ കേരളം. സോ ഇങ്ങനെയുള്ളൊരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ. ബട്ട് എങ്ങനെ ഏത് രീതി നോക്കിയാലും പല ചർച്ചകളും പല കോൺഫറൻസും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിന് ഫലവത്തായ യാതൊരു ഇതും നമുക്ക് ഇവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അവർ ഇതിൽ പ്രധാനമായും അമേരിക്കയുടെ ഭാഗം എടുക്കുമ്പോൾ അവർക്ക് ആരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെ തകർക്കാൻ അവർ പല ഉഡായിപ്പുകളും കാണിക്കും. അത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഈ ലോകത്തിൻ്റെ ഓരോ ഭാഗത്തിലും കാട്ടിക്കൂട്ടുന്ന പല മോശമായ കാര്യങ്ങൾ, അതിൻ്റെ വ്യാപ്തിയാണ് കൂടുതൽ. പക്ഷേ നല്ല കാര്യങ്ങൾ അതിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. ഇനി ഒന്ന് മനസ്സിലാക്കാം, ഇനിയുള്ള യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഡ്രോണുകളാണ്. അതായത് ഈ മനുഷ്യൻ നിയന്ത്രിക്കുന്ന ഡ്രോണുകൾ. അതിൽ ആ ഡ്രോണുകളിൽ ഒരു മനുഷ്യനും വസിക്കുന്നില്ല. മുൻപ് നമ്മൾ ഫൈറ്റർ ആണെങ്കിൽ, ഏത് വാർപ്ലെയിനിലാണെങ്കിൽ പൈലറ്റ് തന്നെയാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഫ്ലൈറ്റിന് എന്ത് പറ്റിയാൽ ആ പൈലറ്റ് മരണമടയുന്നു. മറിച്ച് ഡ്രോണിന് അതൊന്നുമല്ല. ഡ്രോൺ എത്രത്തോളം വേണമെങ്കിലും ഡ്രോണുകൾ അയക്കാൻ അത് നശിച്ചു. ഡ്രോണ് നശിക്കുന്നത് അവിടെ ഒരു മനുഷ്യൻ്റെ ജീവനും നശിക്കുന്നില്ല. മറിച്ച് ഈ ഡ്രോൺ നശിപ്പിക്കുന്നത് ലക്ഷോപലക്ഷം ജനങ്ങളെയാണ്. അത് മനസ്സിലാക്കുക. അതിൽ പ്രധാനമായും ഉള്ളത് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും ദുഃഖകരമായ കാര്യം, അവിടെ യുദ്ധമേഖലയിൽ ഡ്രോൺ മനുഷ്യനെ നശിക്കുമ്പോൾ ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ പാമ്പും പിടിച്ച മനുഷ്യനെ നശിപ്പിക്കാനും മദ്യശക്തി അവന് സുലഭമായി കിട്ടാനും അവന് ഇപ്പോൾ ഉള്ള സമയത്ത് നിന്ന് കുറച്ച് സമയം നീട്ടിക്കൊടുക്കാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ ഭരണാധിപന്മാരും ഭരണാധികാരികളും ബാർ ഉടമകളും. നേട്ടമാർക്കാണ്? നേട്ടം അവർക്ക് തന്നെ. അവർക്ക് അവരുടെ എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് സുഖമായി ജീവിക്കാനും മറ്റുള്ള മനുഷ്യന് പുല്ലവര പോലും കൊടുക്കാതെ ഈ ബാറുകൾ തുറന്നു വയ്ക്കാനുള്ള സമയം നീട്ടിക്കൊടുക്കുന്നു. ഇവരും ഈ നീട്ടിക്കൊടുത്ത ഭരണവും അവിടെ യുദ്ധം നടത്തുന്ന ഇറാനും അമേരിക്കയും ആരാണ് കൂടുതൽ ഡേഞ്ചറസ്? അവിടെ നടക്കുന്ന വിധത്തിൽ ഒരു നിമിഷം കൊണ്ട് അവൻ തീരുകയാണ്. അവനെന്തെങ്കിലും ഏതെങ്കിലും ആക്രമണത്തിൽ ഇരയായാൽ അവർ 99% അവർ തീരണം. മറിച്ച് ഇവിടെ ആരും തീരുന്നില്ല. മറിച്ച് ഓരോ ഇഞ്ചായിട്ട് മനുഷ്യൻ തകർന്ന് നശിച്ച് ദരിദ്രവും കൊടും പട്ടിണിയിലും അസുഖത്തിലും പോയി ഓരോ വ്യക്തികൾ മരണമടയുകയാണ്. ഇപ്പോൾ ചെയ്യുന്ന അതാണ്. നമുക്ക് കാണാം, മദ്യത്തിൻ്റെ ഉപയോഗം കേരളത്തിൽ കൂടി വരികയാണ്. കൊച്ചു കുഞ്ഞുങ്ങളിലായിരിക്കും അത് മാറിക്കൊണ്ടിരിക്കുന്നു. +2 പഠിക്കുന്ന പിള്ളേരും അതിന് കീഴിലുള്ള പിള്ളേരും ഇപ്പോൾ ബിയർ വാങ്ങി കഴിക്കാനുള്ള ഹാബിറ്റായി കഴിഞ്ഞു. അതിന് ഏറ്റവും കൂടുതൽ പ്രചോദനം കൊടുക്കാൻ ഇപ്പോൾ ഈ ഭരണാധികാരികൾ കാണിക്കുന്ന പല ഗിമിക്സും. ഇപ്പോൾ ഇലക്ഷൻ വരുന്ന അവർക്ക് വായിക്കൊള്ളാത്ത വാഗ്ദാനങ്ങളും പരസ്യങ്ങളും ഒക്കെ വാരിക്കോരി കൊടുത്ത്, ഒപ്പം ഇങ്ങനെ ബാറിന് കൊണ്ട് 2 മണിക്കൂറും കൂടെ നീട്ടിക്കൊടുത്ത് നമ്മുടെ മനുഷ്യനെ നശിപ്പിക്കാൻ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദികൾ യഥാർത്ഥത്തിൽ ആരാണ്?
ഇറാനും അമേരിക്കയും യുദ്ധം ചെയ്യുന്ന അവരുടെ പല താല്പര്യങ്ങൾക്കാകുമ്പോൾ ഇവിടെ മനുഷ്യനെ വിഷം കൊടുത്ത് കൊല്ലുന്ന ഭരണ പരിഷ്കാരങ്ങൾ നടത്തുന്ന ഭരണാധിപന്മാരും ഇതിനെക്കുറിച്ച് ആരെങ്കിലും ഒന്നും ചിന്തിക്കാറില്ല. പ്രസ്താവനകളൊക്കെ നടത്തി അങ്ങനെ അത് ഭരണപക്ഷമായിരുന്നാലും പ്രതിപക്ഷമായിരുന്നാലും വളരെ മോശമായ ഒരു യുദ്ധ സാഹചര്യം കേരളത്തിലും ഉരുണ്ടുകൂടിയിരിക്കുകയാണ്. അത് വളരെ വൈകാതെ തുടങ്ങും. ഒപ്പം തന്നെ ഇറാനും അമേരിക്കയുള്ള യുദ്ധവും വൈകാതെ തുടങ്ങും. നമ്മൾ ലോകം എങ്ങോട്ട് പോകണമെന്നറിയില്ല. സമാധാനം എന്നുള്ളത് നമുക്കിവിടെ തീരെ കുറയുന്നു. അതായത് യുദ്ധമുണ്ടായാൽ ആ യുദ്ധഭൂമിയിൽ നമ്മുടെ ആളുകൾ ഒത്തിരി പേർ ബുദ്ധിമുട്ട് അനുഭവിക്കും. അതുപോലെ തന്നെ യുദ്ധസമാനമായ സാഹചര്യം ഇവിടെ നമ്മുടെ ഭരണപക്ഷം ബാറുകൾ കൂടി അത് സമയം നീട്ടിക്കൊടുത്ത് കിട്ടുന്നപ്പോൾ ഇനി ഈ ജോലി കിട്ടുന്ന വേതനം കൊണ്ട് മുൻകാലം ഒന്ന് ഓടിപ്പോകണം, എങ്കിലും അവർക്ക് മദ്യം കിട്ടില്ലെങ്കിൽ കട അടച്ചു പോകും. ഇനിയിപ്പോൾ അതൊന്നൊരു കുറച്ച് സമാധാനമായി പോയി കഴിഞ്ഞാലും കട ഏതാണ്ട് 2 മണിക്കൂർ നീട്ടി കൊടുത്തിരിക്കുന്നു. ഇതിന് നമുക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ഭരണാധിപന്മാർ അവർക്ക് ഇവിടെ മനുഷ്യൻ ചത്തി വീഴുന്ന, ഇവിടെ ദരിദ്രം ഉണ്ടാകുന്നതോ ഇവിടെ കിടപ്പാടമില്ലാതെ ജീവിക്കുന്ന അവർക്ക് ഒരു സബ്ജക്റ്റില്ല. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും കിട്ടും, ലക്ഷങ്ങളുടെ കട്ടിലുകളും കിട്ടും, നെയ്മീനിൻ്റെ സദ്യയും കിട്ടും. അത് നോ പ്രോബ്ലം. എല്ലാം ഇത് നാം വരുത്തി കൂട്ടി വയ്ക്കുന്നതാണ്. ഇപ്പോൾ എല്ലാം യന്ത്ര മനുഷ്യനെ എല്ലാം നയിക്കുള്ളൂ. ഈ ടെക്നോളജി കൂടി എല്ലാം ചെയ്യും. മനുഷ്യനില്ല, യന്ത്രം തന്നെ എല്ലാം ചെയ്തു തരും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. യന്ത്രത്തിന് ഹൃദയവും അങ്ങനെയൊന്നും ഇല്ലല്ലോ. ചെയ്യുന്നത് അതിനെ പ്രോഗ്രാം ചെയ്ത് നമ്മളുടെ വീട്ടിൽ ഇങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഓർക്കുക, ഏത് സമയത്തും നമ്മൾ ദുരന്തങ്ങളുടെ അന്തരീക്ഷത്തിലാണ്. ഏത് സമയം യുദ്ധവും പൊട്ടിപ്പുറപ്പെടാം. മദ്യത്തിൻ്റെ സെയിൽസിൻ്റെ അളവും കൂടാം. അവർ അളവ് കൂട്ടട്ടെ. അളവ് കൂട്ടിൽ കിട്ടുന്ന ബെനിഫിറ്റ് കൊണ്ട് അവരുടെ കുടുംബം ജീവിക്കട്ടെ. പക്ഷേ ഒരിക്കൽ എണ്ണി ഇതിനെ കണക്ക് പറയേണ്ട ഒരു സമയം വരും. കാത്തിരുന്ന് കാണാം. വളരെ ദുഃഖകരമായതാണ്. നമുക്ക് യുദ്ധം വരാതിരിക്കാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. മോശമായ സ്ഥിതിയാണ്. കേരളം അടിമുടി തകർന്ന് തരിപ്പണമാകുന്ന ഒരു സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത്. അതിനോടൊപ്പമാണ് ഇപ്പോൾ ഈ ബാറിലേക്ക് വന്ന് ബാറിൻ്റെ സെയിൽസ് കൂട്ടാൻ 2 മണിക്കൂറൂടെ നീട്ടിക്കൊടുത്തത്. നേടട്ടെ, അവർ ജയിക്കട്ടെ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.